ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ചെസ്റ്ററിൽ വന്നിരിക്കുകയാണ്. ചെസ്റ്ററിൽ ചെഷെയർ ഓക്സ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് വില്ലേജിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ബ്രാൻഡാണ്, ഫുള്ളി ബ്രാൻഡഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിൻ്റെ ഒരു വലിയൊരു വില്ലേജാണ്. സോ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാം എന്നോർത്തു. പിന്നെ ചെസ്റ്ററിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം എന്നോർത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കുറേ നാളുകൾക്ക് ശേഷം അവധി കിട്ടിയതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങി. സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ഷോപ്പിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലിഫ്റ്റൊക്കെ കിട്ടി. ലിഫ്റ്റ് ഞെക്കിയോ? പോകുന്നില്ലത്. ഞങ്ങൾ ലിഫ്റ്റ് കയറി ചുമ്മാ നിൽക്കുമായിരുന്നു കേട്ടോ, ഇതൊരു ഞെക്കിയില്ല. ഈ ചെഷെയർ ഓക്സ് വില്ലേജ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്രാൻഡഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിൻ്റെ ഒരു വില്ലേജാണ്. ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ അതായത് ഒരു സിറ്റിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സെയിം ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സിന് നമുക്കൊരു 30% മിനിമം 30 to 70% ഓഫിൽ ഇവിടെ കിട്ടും. സോ ഇന്ന് വീക്കെൻഡാണ്, ഭയങ്കര തിരക്കാണ്. സോ എത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ എടുക്കും. ഓക്കെ, സോ യെസ്, ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു വൺ പോഷ് സെറ്റപ്പാണ് കേട്ടോ. കണ്ടോ, ഇതെല്ലാം പല പല ഔട്ട്ലെറ്റ്സ് ആണ്. ഈ സൈഡിൽ കാണുന്നതെല്ലാം പല ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ബ്രാൻഡുകളൊക്കെ ഉണ്ട്. എല്ലാം ടോപ്പായിട്ടുള്ള ബ്രാൻഡ്സ് തന്നെയാണ് കേട്ടോ. ഇവിടെ ക്ലോത്തിങ് മാത്രമല്ല, ഷൂസ് ഉണ്ട്, അതേപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ ബ്രാൻഡുകളുണ്ട്, അതുപോലെ ഒരുപാടുണ്ട്. കണ്ടോ, CK, കാൽവിൻ ക്ലൈൻ്റെ ഒക്കെ ബ്രാൻഡ്സ് ഔട്ട്ലെറ്റാണത്. ഇതാണോ ലേഡീസ് ബാഗ് അല്ലെങ്കിൽ ലേഡീസ് കോസ്റ്റ്യൂംസ്, ഷൂസ്, ചെരുപ്പ്, അങ്ങനെ പലതിൻ്റെയും ഒരു ഷോപ്പാണത്. ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ചെറിയൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 ഷൂ മേടിക്കണം അർജൻറ്റായിട്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ നല്ല ഓഫറിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കാം എന്നോർത്തു. ഇത് കണ്ടോ, ഇതിനെല്ലാം എക്സ്ട്രാ 20% ഓഫാണ്. അതായത് നമ്മുടെ സിറ്റി സെൻറ്ററിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിൽ നിന്ന്, അതായത് അവർ സെല് ചെയ്യുന്ന പ്രൈസിൽ നിന്ന് ഒരു 20% ഇവിടെ എക്സ്ട്രാ ഓഫുണ്ട്. സോ അതാണ് ഈ ഔട്ട്ലെറ്റ് വില്ലേജിലോട്ട് എല്ലാവരും വരുന്നത്. ഇതൊരു ഡേ ട്രിപ്പായിട്ട് തന്നെ എല്ലാവരും വരുന്നത് അതുകൊണ്ടാണ്. ഇത് ഓക്ലിയുടെ ആണ്. ഓക്ലിയുടെ മെയിനായിട്ട് എനിക്കറിയാവുന്നത് സൺഗ്ലാസ് ആണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴത്തേനും വെക്കുന്ന സൺഗ്ലാസ്, അതാണ് എനിക്ക് ഓക്ലിയുടെ മെയിനായിട്ട് അറിയുന്നത്. അവരുടെ ഡ്രസ്സ് എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, യെസ്, സൺഗ്ലാസ് ഉണ്ട്. സൺഗ്ലാസിനൊക്കെ അഡീഷണൽ 40% ഓഫ് കാണിക്കുന്നുണ്ട്. പക്ഷേ സൺഗ്ലാസിൻ്റെ ഒന്നും ആവശ്യമില്ല. അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റാണിത്. അത്യാവശ്യം വലിയ ഔട്ട്ലെറ്റുകളാണ് കേട്ടോ. കാരണം നമ്മൾ ചെറുത് എന്ന് തോന്നിക്കണ്ട, എല്ലാം അത്യാവശ്യം വലുതാണ്. റെട്ടെ മാഞ്ചറെ നമ്മൾ അന്ന് കഴിച്ചതാണ്. ഇത് ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ദുബായ് ചോക്ലേറ്റ് കേട്ടോ. അതും ഇവിടെ കിട്ടും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് നല്ല എക്സ്പെൻസീവ്. അതിൻ്റെ ചെറിയൊരു ബാറിന് തന്നെ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 1000 രൂപ വരും, ചെറിയ ബാറിന്. അപ്പോൾ നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. ഞങ്ങളുടെ തോമുക്കുട്ടൻ്റെ വണ്ടി സ്റ്റോപ്പായിരിക്കുകയാണ്, കാരണം ഇതൊരു ടോയ് ഷോപ്പാണ്. ആ ടോയ് ഷോപ്പിൽ ഓക്കെ, എന്നാൽ അങ്ങോട്ട് തന്നെ കയറാം. ഉണ്ടോ, ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഇതുകൊണ്ടോ, ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനുവേണ്ടി മാത്രം വരുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്കൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് സ്കെച്ചേഴ്സ് വരെ കയറിയതാണ്. അമ്മയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ തോമുക്കുട്ടനും ഒരു ഷൂ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കെച്ചേഴ്സിൽ നിന്ന് കയറി സോനാമ്മയ്ക്കും അമ്മയ്ക്കും നമ്മുടെ തോമുക്കുട്ടനും കുറച്ച് ഷൂ ഒക്കെ മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ സ്ട്രോളറിൻ്റെ മറ്റൊരു ഉപകാരമാണ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അടിയിലോട്ട് വെക്കാം. കണ്ടോ,
സോ അപ്പോൾ ഞങ്ങൾ അടുത്ത് എന്തെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ഉച്ചയായി, അത്യാവശ്യം നല്ല വിശപ്പായി തുടങ്ങി എല്ലാവർക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ സ്ലിം ചിക്കൻസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു KFC പോലത്തെ ഒരു ഷോപ്പുണ്ട്. എല്ലായിടത്തും ഉണ്ട്, UK എല്ലായിടത്തും തന്നെ ഉണ്ട്. UK മാത്രമല്ല, എനിക്കൊന്ന് യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ സ്ലിം ചിക്കനിൽ നിന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അടിച്ചു. ഇവിടുത്തെ KFC ഒക്കെ വളരെ മോശമാണ്. നമ്മൾ നാട്ടിലെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് KFC വലിയ താല്പര്യമില്ല. പക്ഷേ സ്ലിം ചിക്കനിലെ ചിക്കൻ അടിപൊളിയാണ്, നല്ല ടെൻഡറാണ്, നല്ല ക്രിസ്പിയാണ്. അതുകൊണ്ട് സ്ലിം ചിക്കനിലെ ഫുഡ് നല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു മീലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയ 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്, അതുകൂടെ നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ഏരിയയിലും ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. കേട്ടോ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഈ സൂപ്പർ ഡ്രൈയുടെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് അവരുടെ ടീഷർട്ട്സ് അല്ലെങ്കിൽ ജാക്കറ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, ജീൻസൊക്കെ. സോ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഡ്രൈ കയറി നോക്കാം എന്തെങ്കിലും ഓഫർ ഉണ്ടോയെന്ന്. നല്ല സ്ഥലമൊക്കെ കാണുമ്പോഴേ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പർച്ചേസ് പരിപാടികളെല്ലാം ഇച്ചിരി നേരത്തെ തീർന്നു. അപ്പോൾ ഞങ്ങളിവിടെ ചെസ്റ്ററിനടുത്ത് പോർട്ട് സൺലൈറ്റ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഞങ്ങൾ വന്നേക്കാണ്. സൂപ്പർ വില്ലേജാണ്, കണ്ടാൽ ഭയങ്കര കാമായിട്ടുള്ള വില്ലേജ്. ഇവിടെയൊക്കെ താമസിക്കാൻ ഭയങ്കര റേറ്റാണ്. ഇവിടുത്തെ വീടിനൊക്കെ 10 കോടിക്കൊക്കെ മുകളിൽ റേറ്റാണ്. സോ ഭയങ്കര കാം അറ്റ്മോസ്ഫിയറാണ്. സോ ഞങ്ങൾ ഈ വില്ലേജിലൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഇത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, ഇതിവിടുത്തെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ, ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ സ്ട്രീറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല രസമുള്ള വീഡിയോകളും. നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ബ്രിട്ടീഷുകാരൊക്കെ വന്ന സമയത്ത് പണിതിട്ടുള്ള കൺസ്ട്രക്ഷൻസിൻ്റെ ഒക്കെ ഒരു ഫെമിലിയർ ലുക്കാണ് ഇത് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇതാണ് ബെർക്കിൻഹെഡ്, അതായത് ലിവർപൂളിൽ നിന്ന് ഒരു ടണൽ കയറി അപ്പുറം എത്തുന്നൊരു സ്ഥലമാണ് ബെർക്കിൻഹെഡ് എന്ന് പറയുന്നത്. ബെർക്കിൻഹെഡിലെ ബെബിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്തെ പോർട്ട് സൺലൈറ്റ് വില്ലേജിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് കേട്ടോ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ടോ, ഈ ലോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ടോ, എന്ത് രസമാണ്, നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഞങ്ങൾ വന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയി. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 7 മണി ആവാറായി, വൈകിട്ട് 7 മണി ആവാറായി. 7 മണിക്ക് തന്നെ ഈ വെട്ടമുണ്ട് ഇവിടെ കണ്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണിന്ന്. സോ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടുത്തെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്, മ്യൂസിയം എല്ലാം ക്ലോസ് ആണ്. അതുപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഓൾമോസ്റ്റ് പാസ് എടുത്ത് കയറാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ക്ലോസ് ആണിപ്പം. പക്ഷേ ഇവിടെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത്രയും കാമായിട്ട് UK നമ്മളൊരു സ്ഥലം അത് ഇതുപോലെ വില്ലേജസിൽ പോയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സിറ്റി ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതേപോലെ ഒരു കാമായിട്ട് ഒരു റോഡൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ, അതും ഇന്ന് വീക്കെൻഡാണ്, ഇന്ന് ശനിയാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാമായിട്ട് ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള വില്ലേജുകളിൽ തന്നെ പോകണം കേട്ടോ. ഇതാണ് മ്യൂസിയം കേട്ടോ. പക്ഷെ ഞങ്ങൾക്കിന്ന് മ്യൂസിയത്തിന് അകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ക്ലോസ്ഡ്. വാവ്. ഈ സ്ഥലത്തിൻ്റെ പേര് പോർട്ട് സൺലൈറ്റ് എന്നാണ്. ഈ സ്ഥലത്തിന് ഈ പേര് വരാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് മോളെ ആ കാരണം? ഇവിടെ 1888 ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, പേര് വില്യം, പുള്ളി ഇവിടെ ഒരു സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ ഒരു സോപ്പ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു 1888. ആ ഫാക്ടറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ
വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന വർക്കേഴ്സിന് എംപ്ലോയീസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ വില്ലേജാണിത്. അവരെല്ലാവരും പിന്നെ ഇവിടെ താമസിച്ചു. പിന്നെ അതൊരു വില്ലേജായി. പക്ഷേ ആ വില്ലേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അങ്ങനെയാണ് ഇത് ഇത്രയും നല്ലതായിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ഓൾഡ്. അപ്പോൾ ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു സോപ്പ് കമ്പനിയുണ്ട്. സോപ്പ് കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ഹൗസിംഗ് കോളനി പോലെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവർ ഭയങ്കര നന്നായിട്ട് കീപ്പ് ചെയ്തതുകൊണ്ട് ഈ വില്ലേജ് ഭയങ്കര ഒരു ഫേമസ് ആയി. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ എല്ലാവർക്കും ഒരു ഇതാണ് സൺലൈറ്റ് സോപ്പിൻ്റെ ആഡ്. പഴയ സൺലൈറ്റ് സോപ്പിൻ്റെ ആഡാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ആണ് കേട്ടോ, ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടോ. നൈസ്. ഇവിടെ ഇങ്ങനത്തെ ചില പരിപാടികളുണ്ട്, പഴയ നമ്മുടെ വിന്റേജ്. അതെ, ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത ആൾക്കാരിടും കേട്ടോ. ചില വീടിന്റെ മുമ്പിലുള്ള ഈ പോസ്റ്റൽ ഇതിൽ ആൾക്കാരിങ്ങനെ ഡെക്കോറൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. നല്ലതാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു പ്രിസർവ്ഡ് ഏരിയ, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സോപ്പ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത. അപ്പം അതിൻ്റെ വർക്കേഴ്സിന് വേണ്ടി പണിതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ നല്ല രസമാണ്, ഭയങ്കര ഹൈസ്ട്രോക്രാറ്റിക് ലുക്കാണ്, വിൻറ്റേജ് ലുക്കാണ്. പക്ഷേ ഇവർക്ക് ഒരു പ്രിസർവ്ഡ് സൈറ്റ് ആയതുകൊണ്ട് ഒരു ക്ലാസ് എ കാറ്റഗറി അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് അതിൽ കൂടുതൽ അപ്കീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഇവിടുത്തെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതായത് ഇവിടെ നമ്മുടെ ഹൗസിന് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്ട്രാ പെർമിഷനൊക്കെ വേണ്ടി വരും. അതായത് ചുമ്മാ നമുക്കൊരു ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ അത് പുള്ളിക്കാരി പറയുന്നത് അതുകൊണ്ട് വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. കാരണം വിൻഡോയിലൊക്കെ പ്രോപ്പറായിട്ട് സീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇപ്പോൾ എല്ലാവരും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ചെയ്യാനായിട്ട് പെർമിഷൻ ഇല്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര കാം അറ്റ്മോസ്ഫിയറാണ്. പുള്ളിക്കാരി ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞു ഇപ്പോൾ ഒരു 7:30 വൈകിട്ട് 7:30. ഇപ്പോൾ പുള്ളിക്കാരി ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞത്, ഇംഗ്ലീഷ് പീപ്പിളിനെ സംബന്ധിച്ചോളം ഇതൊരു ഒരു ഡിന്നർ ടൈം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അവർ കിടക്കാൻ പോവുക. അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ കാണാറില്ല. ഞങ്ങളെ കണ്ടപ്പം എക്സൈറ്റഡ് ആയി എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. ഇതൊരു വാർ മോണ്യുമെൻ്റ് ആണ് കേട്ടോ. ഒരു ഇതിനകത്ത് ഇവിടെ നമുക്ക് UK വന്നു കഴിഞ്ഞാൽ പലയിടത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാം. പല മാർട്ടേഴ്സിൻ്റെ ഒക്കെ ടോംസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. സോ നന്നായിട്ടാണ് അത് കീപ്പ് ചെയ്യണത് എന്നുള്ളതാണ്. കാരണം ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ അവർക്ക് ഫ്ലവേഴ്സൊക്കെ ഇത് ചെയ്യാറുണ്ട്. അതിൻ്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് എ നൈസ് തിങ്. ദേണ്ടേ കുറുക്കൻ പോകുന്നു കേട്ടോ. കുറുക്കനെ കണ്ടോ? കുറുക്കൻ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? അത്ര ക്ലിയർ ആയിട്ട് കിട്ടി കാണുമോ? ഞാൻ നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കുറുക്കൻ? ഇവിടെ അങ്ങനെ ചില ഏരിയകളിൽ ഫോക്സിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഫോക്സിനെ കാണുന്നത്. ഞങ്ങളിവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പിക്ചർസ് ക്യൂ കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ അടുത്ത ഒരു ചെറിയ ടുലിപ്പ് ഗാർഡനിലോട്ട് കയറുക കേട്ടോ. എൻട്രൻസ് ഇപ്പം അത് മറിഞ്ഞു വീണല്ലോ. ബാക്കിയുള്ളവർ പണി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്നോ കേട്ടോ. ഞങ്ങൾ വേണ്ട ഗാർഡനിലോട്ട് കയറുകയാണ് അടുത്ത്. ഹിൽസ്ബറോ മെമ്മോറിയൽ ഗാർഡൻ. ഓക്കെ, ബ്രോൾസ് മെമ്മോറിയൽ. ഇതെല്ലാം ഓരോ മെമ്മോറിയലാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പഴയ ആർമി ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഒരു മെമ്മോറിയൽ സ്പേസാണ്. വാവ്, നല്ല രസമുള്ള നല്ല പ്ലാസ്റ്റിക് പോലത്തെ ടുലിപ്പ് അല്ലേടി ഇത്? അതെ, നല്ല രസമുണ്ട്.
കണ്ടോ ഇത് മെമ്മോറിയലാണ്, ഹിൽസ്ബറോ ട്രാജഡിയിൽ മരിച്ചു പോയവർക്ക് വേണ്ടിയുള്ള മെമ്മോറിയലാണ്. നല്ല പ്ലാസ്റ്റിക് പോലത്തെ പൂ. ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണത് ഒരു കീപ്പ് ചെയ്യുന്നത് അല്ലേ? ലിവർപൂളിൻ്റെ നാഷണൽ ഹിൽസ്ബറോ ട്രാജഡിയിലുള്ളവരുടെ ഒരു മെമ്മോറിയൽ ട്രിബ്യൂട്ട് ചെയ്തു. ലിവർപൂളിൻ്റെ സോങ്, ലിവർപൂൾ ഫുട്ബോൾ ക്ലബിൻ്റെ സോങ് ഉണ്ട്. ഇവിടെ നോക്കിയാലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ. അതാ പറഞ്ഞു, ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും ഒരു ഫോട്ടോഗ്രാഫി സ്പേസ് ആണ്. ഇവിടെ നിന്ന് എങ്ങനെ നോക്കിയാലും നല്ല സ്പേസ്. വീടുകളാട്ടെ, ഇവിടെയുള്ള നോർമൽ ബിൽഡിങ്സ് ആട്ടെ, ചുമ്മാ പോകുന്ന ഈ ഗാർഡൻ ആട്ടെ, എല്ലാം നല്ല രസം. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ചെസ്റ്റർ പോയി കുറച്ച് പർച്ചേസൊക്കെ നടത്തി. അപ്പം ആ ഒരു വില്ലേജ് ഔട്ട്ലെറ്റ് എങ്ങനെയാണെന്നൊക്കെ പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല റഷ് ആയതുകൊണ്ട് കുറച്ച് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ പോർട്ട് സൺലൈറ്റിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങളിപ്പോൾ ഇനി ഫുഡ് കഴിച്ച് തിരിച്ചു പോവുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.